ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും എന്നെ വഴക്ക് പറയരുത്. കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ നല്ലോണം ലേറ്റായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെരുന്നാളിന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പെരുന്നാളിന് ഞാൻ വീഡിയോ എടുത്തതേ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം ഞാൻ ഗാലറിയിൽ നോക്കുമ്പോഴാണ് കണ്ടത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടല്ലെങ്കിലും കുറച്ചായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗാലറിയിൽ നോക്കുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഇപ്പം ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും 2-3 ദിവസമല്ല, ഒരു 2-3 ആഴ്ചയായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ ആദ്യം തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ലേറ്റായിട്ടുള്ള ഒരു ഈദ് മുബാറക്കാണ് ഇത്. അപ്പോൾ അന്ന് എടുത്തതുകൊണ്ട് പിന്നെ ഈദ് മുബാറക്ക് പറയണമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിതാ രാത്രിക്ക് മൈലാഞ്ചി പെരുന്നാളിൻ്റെ അന്ന് തലേന്ന് രാത്രി തൊട്ടിട്ട് ചെറിയ ഇതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റും മോതിരവും ഈ വളയൊക്കെ പെങ്ങൾ ഗിഫ്റ്റ് തന്നതാണ്. പെരുന്നാളിനേക്ക് ഗിഫ്റ്റ് തന്നതാണ്. അതുമാത്രമൊന്നുമല്ല, കുട്ടികൾക്ക് ഹെയർ ബാൻഡ് പിന്നെ മൈലാഞ്ചി അങ്ങനെ കുറേ കാര്യങ്ങൾ പെങ്ങൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ പിറ്റേന്ന് രാവിലെ പെരുന്നാളിൻ്റെ അന്നത്തെയാണ്. അപ്പോൾ എന്താ പറയുക, ഇറച്ചിയൊക്കെ വൃത്തിയാക്കാണ്ട് ബിരിയാണി ആക്കണമല്ലോ. അപ്പോൾ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ബീഫ് ബിരിയാണി ആക്കാൻ ഇറച്ചിയൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കുകയാണ്. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ മാറ്റാൻ പോകണം. ഇനി എന്താ പറയുക, പായസം ആക്കിയിട്ടുണ്ട്, സേമിയ പായസം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നതാണ്. പിന്നെ എല്ലാ വീഡിയോസും ബിരിയാണി കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല, പക്ഷേ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഐസിയും റിയാസ്ക്കൊക്കെ പെരുന്നാൾ പള്ളിക്ക് കൊണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐസി നല്ല സുന്ദരനായിട്ട് റെഡി ആയിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഐസി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റിയാസ്ക ഷൂടുന്ന തിരക്കിലാണ്. അപ്പോൾ ഐസി റിയാസ്ഖാൻ്റെ ഒപ്പം പോകാനാണ് കാത്തിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പോകാൻ നോക്കുമ്പോൾ എല്ലാവരോടും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിട്ട് പോകാൻ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഷർട്ട് ചുളിഞ്ഞോ അങ്ങനെ എന്തോ ചോദിക്കുകയാണ് റിയാസ്ക. അപ്പോൾ കണ്ണാടി പോയി നോക്കുകയാണ്. പിന്നെ ഐസി നല്ല ഉറക്കത്തായിരുന്നു. ഈ ഉറക്കത്താണ് എണീച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഐസി. എന്താ പറയുക, ഞാൻ ചോദിച്ചു പള്ളിയിൽ പോകണ, പക്ഷെ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓക്കെ വിട്ടതാണ്. പക്ഷെ നല്ല ഉറക്കമുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സുന്ദരിമാർ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഉടുപ്പ്, 2 ഉടുപ്പുണ്ട്. ഒന്ന് പെങ്ങൾ ഗിഫ്റ്റ് തന്നതും പിന്നെ ഒന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും കൂടി വാങ്ങിക്കൊടുത്തു. അങ്ങനെ 2 ഡ്രസ്സുണ്ട് ഇവർക്ക്. അപ്പോൾ ഞാനും അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പച്ചയിലാണ് ഒരുങ്ങിയിട്ടുള്ളത്, പച്ചക്കിളി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ച ലോങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മേക്കപ്പൊക്കെ ചെയ്യണം, പിന്നെ മഫ്തൊക്കെ കുത്തണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സേമിയ പായസം കുടിച്ചു. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ഫോട്ടോ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു വീഡിയോ എടുക്കലുണ്ട്, കണ്ണാടിയിലൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ കണ്ണാടിയിലൊരു വീഡിയോ എടുക്കുകയാണ് മിററിൽ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ലുക്ക്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. പിന്നെ റിയാസ്ക്കൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഫോട്ടോ വീഡിയോ എടുക്കണം, പിന്നെ ഫുഡൊക്കെ കഴിക്കണം. പിന്നെ നമ്മൾ ഉച്ചക്ക് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ ഉള്ളത്. അപ്പോൾ ഇനി ഉച്ചക്ക് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും തിരിച്ച് ഇങ്ങോട്ടാണ് വരാറ്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി, ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ഈ ഒരു ഡ്രസ്സാണ് വേറൊരു ലുക്ക്. അപ്പോൾ ഈ ഒരു ജീൻസ് പാൻറ്റും ടോപ്പായിട്ടുള്ള ഒരു ലുക്കാണ്. മക്കളത് വേറൊരു ഡ്രസ്സുള്ളത്. അപ്പോൾ റിയാസ്ക്കും പച്ചയൊക്കെ ഇട്ടിട്ടുണ്ട്. റിയാസ്ക പള്ളിയിൽ പോകുമ്പോൾ വേറൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ എൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പെരുന്നാളിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിയൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു, അവളൊക്കെ ഇറക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.